ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും മുട്ടക്കറിയുമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. സാധാരണ ഞാനിവിടെ അരിപ്പൊടി കൊണ്ടാണ് ഇടിയപ്പം തയ്യാറാക്കാറുള്ളത്. സാധാരണ എല്ലാ ആളുകളും അരിപ്പൊടി കൊണ്ട് തന്നെയാണ് ഇടിയപ്പം തയ്യാറാക്കാറുള്ളത്. പക്ഷെ ഒരിക്കലെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഗോതമ്പ് പൊടി വെച്ച് ഇടിയപ്പം തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? ഞാൻ ഇന്ന് ആദ്യമായിട്ടൊന്ന് ഗോതമ്പ് പൊടി വെച്ച് ഇടിയപ്പം തയ്യാറാക്കി നോക്കി. ഇത് തയ്യാറാക്കി നോക്കുമ്പോൾ എനിക്ക് ഇത് ശരിയാകുമോ എന്നൊക്കെ ഉള്ളൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഭയമൊക്കെ പമ്പ കടന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിലും അധികം നന്നായിരുന്നു ഇടിയപ്പം. അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഇടിയപ്പമാണ്. നല്ല സോഫ്റ്റി ആയിരുന്നു, വളരെയധികം ടേസ്റ്റിയുമായിരുന്നു. പിന്നെ ഈ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എഗ് കറിയും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എഗ് ബുൾസൈ കറി എന്നും വേണമെങ്കിൽ നമുക്കതിന് പറയാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഇടിയപ്പവും എഗ് ബുൾസൈ കറിയും തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇടിയപ്പം തയ്യാറാക്കി നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഈ പൊടി നല്ലവണ്ണം ഒന്ന് ചൂടായാൽ മതി, വറുക്കുകയൊന്നും വേണ്ട. മീഡിയം ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ ഇത് നിറം മാറാതെ തന്നെ നമുക്ക് ചൂടാക്കി എടുക്കണം. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കുന്നത് പോലെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഗോതമ്പ് പൊടിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം വെള്ളം ഇതിലേക്ക് വേണ്ടി വരും. നല്ല സോഫ്റ്റി ആയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഒരിക്കലും മാവ് ഹാർഡായി പോകരുത്. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയെക്കാട്ടിലുമൊക്കെ നല്ല സോഫ്റ്റി ആയിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് എണ്ണയും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലവണ്ണം സോഫ്റ്റി ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ സേവനായി എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ തട്ടുകളിലേക്കും നമുക്ക് എണ്ണ പുരട്ടി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് സേവനായിൽ മാവ് നിറച്ച് കൊടുത്ത് ഇടിയപ്പം ചുറ്റിച്ചെടുക്കാം. ഇത് ചുറ്റിച്ചെടുക്കുമ്പോൾ നമുക്ക് അരിപ്പൊടി കൊണ്ട് ഇടിയപ്പം തയ്യാറാക്കുന്നത് പോലെ സ്മൂത്തായിട്ട് ചുറ്റിച്ചെടുക്കാനൊന്നും കഴിയില്ല. കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാകും. എങ്കിലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെയധികം ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ഈ 4 തട്ടുകളും സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ഈ സ്റ്റാൻഡ് ഒരു കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കുക്കറിൻ്റെ വിസിൽ ഊരിക്കൊടുത്ത് നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാം. അങ്ങനെ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്റ്റാൻഡ് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം ഈ തട്ടിൽ നിന്നും ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാനിവിടെ ഇഡ്ഡലി തട്ടിലും ഇതുപോലെ ഇടിയപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. അതും ഞാൻ ഇതുപോലെ കുക്കറിലേക്ക് വെച്ച് കൊടുത്തൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഇടിയപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്കുള്ള മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അവിടെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായപ്പോൾ അതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ സവാള നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. സവാള ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2-3 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2-3 തക്കാളി മിക്സിയിൽ അടിച്ചത് ചേർത്ത് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഈ കറി തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊരു 5 മുട്ടയുടെ ബുൾസൈ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ
എഗ് ബുൾസൈൻ്റെ മുകളിലേക്ക് ചതച്ച കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബുൾസൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കതൊരു 4 കഷ്ണങ്ങളാക്കിയെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ ഈ എഗ് ബുൾസൈ കഷ്ണങ്ങൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിന് മുകളിലേക്ക് ലാസ്റ്റ് നമുക്ക് 1/2 മുറി തേങ്ങയുടെ പാലും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ എഗ് കഷ്ണങ്ങൾ ഉടയാതെ നമ്മളിതൊന്ന് ഇളക്കിയെടുക്കണം. തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ കറി തിളക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബുൾസൈ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്കൊരു കുറച്ച് ഒരു ടീസ്പൂണൊന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള എഗ് ബുൾസൈ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയ 2 റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അത് കമൻറ്റിലൂടെ അറിയിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.